ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും രോഗമുക്തമായ ഷുഗർ രോഗം കേട്ടോ, ബാക്കിയുള്ള രോഗത്തിനൊന്നും എനിക്കറിയില്ല. ഷുഗർ രോഗം മുക്തമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ എന്നെപ്പോലെ നിങ്ങളെയും സൃഷ്ടാവ് പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രഭാതം തുടങ്ങുകയാണ്. അതുകൊണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയില്ല, കാരണം ഇത് ഉച്ചക്കാണ് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇത് ഗുഡ് മോർണിംഗിൽ ഉള്ള സംഗതിയാണ്. ഷുഗർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാത്തവർക്കും ഇത് മുഴുവൻ ചെയ്യാട്ടോ. ഷുഗർ രോഗികൾക്ക് മാത്രമല്ല, ഇത് ചെയ്താൽ ഷുഗർ രോഗം വരില്ല. അവർക്ക് പിന്നെ എന്ത് ചെയ്യുക, ഇടക്കും തലക്കും എന്തെങ്കിലുമൊക്കെ എൻ്റെ അടിയിൽ ആഡ് ചെയ്യുക, അതിനൊന്നും വിരോധമൊന്നുമില്ല. ഇത് ഷുഗർ രോഗി നിർബന്ധമായിട്ടും ഷുഗർ ബോർഡറിലുള്ളവർ, ഷുഗർ വരാൻ സാധ്യതയുള്ളവർ, ഇവരൊക്കെ ഇത് ചെയ്യണം. അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മണിക്ക് എണീക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 5 മണിക്ക് ഞാൻ എണീക്കാൻ ആവർത്തിച്ച് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ ഭക്ഷണങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഭക്ഷണത്തിനെ ലെവലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രഭാതത്തിൽ ഒരു എക്സസൈസ് ഉണ്ട്, ഒരു അരമണിക്കൂർ. ആ അരമണിക്കൂർ എക്സസൈസ് കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മളെ ഭക്ഷണത്തേക്ക് എത്തിച്ചേരുന്നത്. പറഞ്ഞാൽ രാവിലെ ഇപ്പം നമ്മൾ കഴിക്കേണ്ടത് ഒരു 3 അല്ലി വെളുത്തുള്ളി എടുക്കുക, ഇതേപോലെ ചെറിയ പീസാക്കുക. ഒരു സ്പൂണ്, വലിയ സ്പൂണ് ഉലുവ ഒരു 300 ml വെള്ളത്തിൽ രാത്രി ഇട്ട് വെക്കുക. വെള്ളത്തിൽ ഒരു സ്പൂൺ ഉലുവ രാത്രി ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ ഒരു 5 മണിക്ക് എണീക്കുന്ന സമയത്ത്, അതോ 5:30 മണിക്ക്, എപ്പോഴാണ് നിങ്ങൾ എണീക്കുന്നത് ആ സന്ദർഭത്തിൽ ഏറും 5 മണിക്ക് എണീക്കണം. അപ്പോഴാണ് ഈ ഭക്ഷണത്തിൻ്റെയും എക്സസൈസിൻ്റെയും പിന്നെ ഭക്ഷണത്തിൻ്റെ ഒരു കോട്ട ഒരു ദിവസത്തെ പൂർത്തിയാവുക. അപ്പം ഞാൻ ഒരുമിച്ചത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത് കൺഫ്യൂഷൻ ആവണ്ട, അത് മടി തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഷുഗർ രോഗികൾ നിർബന്ധമായിട്ടും, ഷുഗർ രോഗികൾ എങ്ങനെയാണോ ഭക്ഷണം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാസക്കാലത്തെ ട്രെയിനിങ് ആയിട്ട് ഇതിനെ സ്വീകരിക്കുക. രണ്ടാമത്തേതിൽ നിങ്ങളെ ഇഷ്ടത്തിന് ഒന്നും ആഡ് ചെയ്യരുത്. ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂല. അപ്പം ഞാൻ പറയുന്നത് എന്താണോ അത് മാത്രം ഒരു മാസം ചെയ്താൽ മതി. പറയുന്നത് എന്താണോ അത് മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഒരു 3 അല്ലി വെളുത്തുള്ളി എടുക്കാണ്ട് കയ്യിൽ വെക്കുക. ഒരു സ്പൂൺ രാത്രി ഇട്ട് വെച്ച വെള്ളം, ഒരു സ്പൂൺ ഉലുവ 300 ml വെള്ളത്തിൽ ഇട്ട് വെക്കുക. ആ 300 ml വെള്ളം രാവിലെ തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ചൂടാറ്റിയിട്ട് കുടിക്കാൻ പാകത്തിനാകുമ്പോൾ ഈ ഉലുവ, ഒരു സ്പൂൺ ഉലുവ വായിലിട്ട് ചവച്ചരച്ച് ഈ വെള്ളവും കുടിക്കുക. ഉലുവ കഴിക്കാൻ പ്രയാസമുള്ളവരാണ് എങ്കിൽ വെള്ളം മാത്രം കുടിച്ചാൽ മതി. പക്ഷെ ഉലുവ കഴിക്കുന്നത് വയറ്റിൻ്റെ പല അസുഖത്തിനും നല്ലതാണ്. അത് ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനത് ചെയ്ത് കണ്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് 2 വാക്ക് സംസാരിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ക്യാപ്സിൽ ഗുളിക വീങ്ങുന്നത് പോലെ വീങ്ങിയാൽ മതി. എന്നിട്ട് ഒരു സ്പൂൺ ഉലുവ, അപ്പോൾ ഈ വെള്ളം ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് എക്സസൈസാണ്. പക്ഷെ എക്സസൈസ് ഞാൻ പ്രത്യേകം തയ്യാറാക്കിയിട്ട് ഞാനത് കാണിക്കുമ്പോൾ ഭക്ഷണം വെള്ളം കുടിച്ചതിൻ്റെ ശേഷമാണ് ഈ എക്സസൈസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ ആ എക്സസൈസ് ചെയ്യുമ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വരാനാണ് ആവർത്തിച്ച് ഞാനിത് പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്തു പോരുന്നതാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചായ, കാപ്പിയോ, കട്ടനോ ഒന്നും കുടിക്കാൻ പാടില്ല.
നേരെ എക്സസൈസിലേക്കാണ് പോകേണ്ടത്. ആ എക്സസൈസ് ഞാൻ അപ്ലോഡ് ചെയ്യും. അതെന്തുകൊണ്ട് ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യം ആൾക്കാർ ഇതൊന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ആ ഭക്ഷണ രീതി തുടർന്ന് ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അത് എക്സസൈസ് ആഡ് ചെയ്യാം. ആ എക്സസൈസ് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് പ്രഭാതത്തിൽ 5 മണിക്ക് എണീക്കുക, ഈ വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതിനുശേഷം ലഞ്ച് കഴിക്കുക ഉച്ചയാകുമ്പോൾ, അതിനുശേഷം രാത്രി ഡിന്നർ കഴിക്കുക. അതിൻ്റെ ഇടയിൽ കഴിക്കാനുള്ളത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരത്തിൽ വോയിസിൽ വിടും, അത് നിങ്ങൾ കേൾക്കുക. കാരണം ഇത് മൊത്തത്തിൽ പറയാൻ നിന്നാൽ വീഡിയോസ് നീണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ രാവിലക്കത്തത് കണ്ടു. ഇനി നിങ്ങൾ കാത്തിരിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റാണ്. അത് നിങ്ങൾ എപ്പോഴാണോ കഴിക്കാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് മാത്രം കഴിക്കുക. അല്ലാതെ വിശപ്പ് ഉണ്ടാവുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നെ വിശപ്പ് ഭക്ഷണത്തിനെ മരുന്നാക്കിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ എന്ന കൊലയാളിയെ, മറഞ്ഞിരിക്കുന്ന നമ്മെയും കൊണ്ട് മണ്ണിലേക്ക് പോകുന്ന, നമ്മളെ ദിവസം തോറും മിനിറ്റ് തോറും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഷുഗർ രോഗം, ഇതിനെ തടഞ്ഞേ പറ്റൂ. ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേ നിൽക്കും. ആര് കണ്ടാലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഒരാൾക്കാണ്, 1 ലക്ഷത്തിൽ ഒരാൾക്കാണ് ഇതിൻ്റെ സുഖം ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വിജയിച്ചു. അത് മാത്രമല്ല, ഷുഗർ പേഷ്യൻ്റ് നിർബന്ധമായിട്ടും ഷുഗറിന് കുടിക്കുന്ന ഗുളിക, ഷുഗറിന് അടിക്കുന്ന ഇഞ്ചക്ഷൻ മാറ്റി വെച്ചിട്ട് വേണം ഇത് തുടങ്ങാൻ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ച രീതിക്ക് നാളെയാണ് നിങ്ങൾ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ കഴിച്ച ഗുളിക പിന്നെ രാത്രിയോടുകൂടി പിന്നെ നിങ്ങൾ കഴിക്കാൻ പാടില്ല. ആ ഗുളികയും ഇഞ്ചക്ഷനും നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ പ്രഭാതത്തിൽ ഫസ്റ്റായിട്ട് കഴിക്കേണ്ട പാനീയം ഇതാണ്. 3 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ അത് വായിലിട്ടുകൊണ്ട് ക്യാപ്സുൾ വീഴുന്നത് പോലെ വീങ്ങുക. ഉലുവ കഴിക്കുക 1 സ്പൂണ്, ഈ ഉലുവൻ്റെ വെള്ളം കുടിക്കുക. സ്റ്റോപ്പ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു എക്സസൈസ്. ഞാൻ ഓരോ വീഡിയോയിൽ ഇത് പറഞ്ഞു, നിങ്ങളെ മൈൻഡിൽ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആവർത്തനം ആണ് നമ്മൾക്കത് ഓർമ്മയിൽ നിർത്തുക. എനിക്ക് അടുത്ത സ്റ്റെപ്പിന് എന്താ ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ രാവിലെ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന മരുന്നും ഗുളികയും നിർത്തി വെച്ചുകൊണ്ട് പിറ്റേന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആദ്യത്തെ പാനീയം നിങ്ങളെ വയറ്റിക്ക് പോകേണ്ടത്, കാലി വയറ്റിക്ക് പോകേണ്ടത് ഉലുവൻ്റെ ഈ വെള്ളവും ഉലുവയും 3 അല്ലി വെളുത്തുള്ളിയും. ഇതിൽ മാറ്റം വരുത്തരുത് ഷുഗർ രോഗി. ഇങ്ങനെ തുടർന്നാൽ 2 ആഴ്ച കൊണ്ട് നിങ്ങൾ ഷുഗറിൻ്റെ ലെവൽ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളത് ചെക്ക് ചെയ്യണം. 1 മാസം കൊണ്ട് നിങ്ങളുടെ ഷുഗർ കുറയുന്നതായി നിങ്ങൾ അനുഭവപ്പെടും. നിങ്ങൾ ചെക്ക് ചെയ്യണം. ഞാൻ പറയുന്ന ഭക്ഷണം മാത്രം. ഇനി എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്നല്ല ഞാൻ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് കിട്ടിയതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. മടിക്കരുത്. ഒരു വിരൽ തുമ്പിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഇത്തരം മെനക്കെട്ട് പറഞ്ഞു തരുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്കില്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ആ ബട്ടണൊന്ന് അമർത്തി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു പണിയുമില്ല. എത്രയോ വീഡിയോസ് നേരം വെളുത്ത് വൈകുന്നേരങ്ങളും ആവശ്യമില്ലതില്ലാത്തത് കാണുന്നുണ്ട്. ഇതൊരു ഷുഗർ രോഗികൾക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയൂല എങ്കിൽ നിങ്ങളെ മനസ്സാക്ഷിനോട് ചോദിച്ചോക്കി നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം എത്രയാണെന്നില്ല. 5000 രൂപ വേണം ഓരോരുത്തർക്കും മരുന്നിന്. ഇത് നിങ്ങളൊരു വിരൽ തുമ്പുന്നത് മാറ്റിക്കഴിഞ്ഞാൽ അത് എത്തിക്കാൻ കഴിയുന്നില്ലൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഞാൻ ആ പ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ പ്രവർത്തനം ചെയ്യുന്നത്. എത്ര ആൾ കാണുന്നോ കേൾക്കുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഈ അസുഖം മാറിയത് ഞാൻ മരുന്ന് കഴിക്കാതെ, ഞാൻ മരുന്ന് തൊട്ടിട്ടില്ല. എന്നോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഡോക്ടർ. ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഈ ഗുളിക എത്ര കഴിക്കണം? എന്നോട് പറഞ്ഞു നീ മരിക്കുന്നത് വരെ കഴിക്കണം. ഇല്ലെങ്കിലോ സാറേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഥവാ ബ്ലഡ് ഷുഗർ കൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇൻസുലിൻ എടുക്കണം, അതേ മാർഗമുള്ളൂ. അപ്പോൾ അതെത്ര വരെ കഴിക്കണം? മരിക്കണവരെ. അപ്പോൾ ഇത് ഈ അസുഖത്തിന് ശാശ്വതമായിട്ടൊരു മരുന്നില്ല.
ഇൻസുലിനും ആ ഗുളിക കഴിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിതം നരകിച്ച് മുന്നോട്ട് പോകണം. ഇൻസുലിൻ കഴിക്കുന്ന ഗുളിക കഴിക്കുന്ന എൻ്റെ സഹോദര സഹോദരിമാരെ, നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് കഴിക്കല്ലാതെ നിവർത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു മാർഗം ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ അസുഖം മാറിക്കിട്ടി നോർമൽ ആവുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചൂടാ എന്നേ എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളൂ. എൻ്റെ സുഹൃത്തുണ്ട്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. ലീസ്റ്റ് കാണിച്ചെന്നു 5000 റുപ്യേൻ്റെ മരുന്നൊരു മാസത്തിന് വേണം എൻ്റെ അമ്മക്ക്. ഞാൻ നിങ്ങളെ അറിവിന് വേണ്ടി പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് രോഗി ചെയ്യേണ്ടത്. രോഗി അല്ലാത്തവരും ഇത് ചെയ്യണം. രോഗി തീരെ അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, ഇത് സ്വീകരിക്കുകയും അതിൻ്റെ അടിയിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് ലേസം കഴിക്കുകയും ചെയ്യുക. അതിപ്പോൾ പറയാൻ പറ്റില്ല. ഷുഗർ രോഗികൾ ചിലപ്പോൾ കേട്ടാണ്ട് അവരത് കഴിക്കും. ഷുഗർ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളോട് പറഞ്ഞത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ടാണ് അടുത്ത വീഡിയോ ഇടുന്നത്. അതും കാണുക.